ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവിടെ 400-ലധികം സീറ്റ് നേടും എന്ന് പറഞ്ഞ്, അതും ഒറ്റയ്ക്ക് തന്നെ BJP 400-ലധികം സീറ്റ് നേടുമെന്ന് പറഞ്ഞ് വലിയ അഹങ്കാരത്തിന്റെ ശബ്ദത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ ആരംഭിച്ചത്. എന്നിട്ട് 2014 പറഞ്ഞു, ഞാൻ സർവന്റ് ആണ്, എല്ലാവരുടെയും സേവകനാണെന്നാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പറഞ്ഞത്. 2019 എത്തിയപ്പോൾ ഞാൻ കാവൽക്കാരനാണ്, ചൌക്കിദാറാണെന്ന് പറഞ്ഞു. 2024 എത്തിയപ്പോൾ ഞാൻ ദൈവമാണ് എന്ന രൂപത്തിൽ പറയുന്ന സാഹചര്യമുണ്ടായി. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിൽ. പ്രതിപക്ഷത്തെ ഇല്ലാത്ത കള്ളക്കേസിൽ കുടുക്കി പ്രതിപക്ഷ കക്ഷികളെ പണം കൊടുത്ത് വിലക്കെടുത്ത് രാഷ്ട്രീയമായി പിളർത്തി അവരുടെ എല്ലാ തരത്തിലുള്ള ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കുന്ന, പാർലമെന്റിൽ പോലും ഏറ്റവും കുറച്ച് സംവാദങ്ങളും ചർച്ചകളും നടന്ന വർഷമായി 2023 മാറിയതും, ഏറ്റവും കുറച്ച് നാൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയതും, പാർലമെന്റിൽ കൊണ്ടുപോയി നമുക്കറിയാം ജനാധിപത്യത്തിനെതിരായിട്ടുള്ള സ്തൂപങ്ങൾ സ്ഥാപിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. അത്തരത്തിലുള്ള ഏകാധിപത്യ പ്രക്രിയയ്ക്ക് എതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഈ വിജയം വളരെ ആവേശത്തോടെ തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നത്. ഒറ്റ കാര്യം കൂടി, എല്ലാം മോഡി ഗ്യാരണ്ടി എന്നതായിരുന്നു. NDAയുടെ ഗ്യാരണ്ടി അല്ലെങ്കിൽ NDAയുടെ വിജയം, തെരഞ്ഞെടുപ്പ് നേട്ടം എന്ന രൂപത്തിലല്ല, വികസന പ്രവർത്തനങ്ങൾ എന്ന രൂപത്തിലല്ല, എല്ലാം ഒരു വ്യക്തിയുടെ ഗ്യാരണ്ടി, വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നതാണ് നാം കണ്ടത്. അതിനെതിരായിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ്. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം തന്നെ പുതിയ ഗവൺമെന്റിന്റെ ചർച്ചകൾ ആരംഭിക്കുമായിരുന്നു സാധാരണ രീതിയിൽ NDA. എന്താണ് അങ്ങനെ ആരംഭിക്കാത്തത്? കാരണം NDA മുന്നണിയിലെ പലരെ പോലും വിശ്വാസത്തിലെടുക്കാൻ ശ്രീ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാവുമെന്നുള്ളതാണ് ഡൽഹിയിലെ വാർത്ത. ഇപ്പോൾ ശ്രീ അരുൺകുമാർ, പക്ഷെ എന്നിരുന്നാലും ശാശ്വതമായി 5 വർഷം ഭരിക്കാവുന്ന ഒരു കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം എന്ന രൂപത്തിൽ പറയാൻ കഴിയില്ല. ഇവിടെ ഈ പ്രതിപക്ഷത്തിന്റെ, ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളെയൊക്കെ അവകാശവാദങ്ങൾ സത്യത്തിൽ എന്തിനെ പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത്? എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നവൻ. ഈ അലക്കുകാരന്റെ കഴുതയുടെ കഥ പറഞ്ഞതുപോലെയാണ്. എന്തെങ്കിലും ഒരിക്കൽ അലക്കുകാരന്റെ ഭാര്യയെ കഴുതയ്ക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ച് ഏകാദശി നോറ്റ് ആയുഷ്കാലം ചുവട് ചുമക്കുന്ന ഒരു കഴുതയുടെ കഥ പഞ്ചതന്ത്രത്തിലുണ്ട്. അതേ അവസ്ഥ എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ അവകാശവാദം കേട്ടപ്പോ തോന്നിയത്. ഇവൻ ശരിയല്ല. എന്റെ സുഹൃത്തെ, താങ്കൾ എന്തിനാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത്? 543 സീറ്റുള്ളിടത്ത് നിങ്ങൾക്കാകെ ഉള്ളത് 2 സീറ്റാണ്. ഇല്ല, ഞാനും പുലിയച്ചനും കൂടെ മാനെ പിടിച്ചു തിന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇടതുപക്ഷത്തിന്റെ അവകാശവാദം. പിന്നെ നരേന്ദ്രമോദിയെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടില്ല. നരേന്ദ്രമോദി ആരോ കൃഷ്ണന്റെ, എന്റെ സുഹൃത്ത് നിർത്ത്, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴൊന്നും അരുണേ എനിക്കത്, ഞാൻ നിങ്ങൾ പറഞ്ഞ സമയത്തൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. നിങ്ങൾ നിർത്തൂ, അവിടെ നിൽക്കൂ. ഒരു മര്യാദ വേണ്ടേ? അങ്ങനെ അസ്വസ്ഥരാകുക. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ വളരെ, നിങ്ങൾ പറഞ്ഞ വിവരക്കേടായാലും വിവരമായാലും എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നില്ലേ? നിങ്ങൾ നിർത്ത്, വലിയ ക്ഷോഭിക്കുക. നിങ്ങൾ ഈ നാട്ടിൽ ആരുമല്ല സുഹൃത്തെ. ഇപ്പൊ കേരളത്തിലെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് 1 സീറ്റേ ഉള്ളൂ. അവിടെ നിൽക്ക്, അധികം തിളയ്ക്കാനും മാത്രം ഒന്നും ആയിട്ടില്ല. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് കേരളത്തിലെ 650 കിലോമീറ്റർ നീളമല്ലെന്ന് അരുൺ ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള വലിയൊരു പ്ലോട്ടാണ്. നിങ്ങളോട് മിണ്ടാതിരിക്കും പ്ലീസ്. നിങ്ങൾ ആകട്ടെ, നിങ്ങൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള പക്വതയും പ്രായമൊക്കെ ആകട്ടെ, അപ്പൊ നമുക്ക് സംസാരിക്കാം. നിങ്ങളവിടെ വെയിറ്റ് ചെയ്യൂ. നിങ്ങളോട് ജയിച്ചു കാണിക്കൂ. വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? അതെ, 100 വർഷം കൊണ്ട് ഒരു 10 സീറ്റ് ജയിക്കാൻ പറ്റാത്ത പാർട്ടി ചാനലിന്റെ ഫ്ലോറിൽ വന്നിരുന്നിട്ട് ഞങ്ങളെ എന്താ പഠിപ്പിക്കാൻ വരിക? ഞങ്ങൾക്ക് 240 സീറ്റുണ്ട് സുഹൃത്തെ. നിങ്ങൾക്ക് എത്ര ഉണ്ട്? നിങ്ങൾ എന്തിന്റെ നേരിലേക്ക് കിടന്ന് തിളയ്ക്കുന്നത്? നിങ്ങൾക്ക് എത്ര ഉണ്ടായിട്ടുണ്ട്? നിങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാ? വെറുതെ വന്നിരുന്നത് ചാനൽ ഫ്ലോറിൽ വന്നിരുന്നത് BJPയെ അങ്ങ് പഠിപ്പിച്ചു കളയരുത്. ഞാനതാ പറഞ്ഞ കഴുതയുടെ കഥ, അതാ പറഞ്ഞത്. അലക്കുകാരന്റെ കഴുതയെ പോലെ എന്തെങ്കിലും അലക്കുകാരൻ ഭാര്യയെ കെട്ടിച്ചു തരുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ കോൺഗ്രസിന്റെയും BSPയുടെയും സമാജ്വാദി പാർട്ടിയുടെയും സ്റ്റാലിന്റെയും മമതയുടെയും ഒക്കെ തിണ്ണ നിരങ്ങാനേ നിങ്ങൾക്ക് യോഗമുള്ളൂ. അതുകൊണ്ട് അവിടെ നിൽക്കൂ. ഞങ്ങൾ പറയട്ടെ, വെറുതെ കിടന്ന് തിളക്കരുത്. അതുകൊണ്ട് ഈ മോദിയെ ദൈവമാക്കി ആരോ കരുതി എന്ന് പറയുമ്പോ ഇവിടെ പിണറായി വിജയൻ എന്താ കാരണഭൂതൻ എന്ന് പറഞ്ഞ് തിരുവാതിര കളി മറന്നുപോയായിരുന്നോ? അത് പിന്നെ അപ്പൊ അന്ന് പിണറായി വിജയൻ കെട്ടും കെട്ടി ഇന്തോനേഷ്യക്ക് പോയപ്പോ ഈശ്വരൻ വിശ്രമിക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞ നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാ. അതുകൊണ്ട് ദേവി അത് വെറുതെ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞു മേടിക്കരുത്. അവിടെ നിൽക്കൂ.
അപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി എന്നുള്ളത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ 10 വർഷം ഭരിച്ച ആള് തന്നെയാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി അഭിമാനപൂർവ്വം ഞങ്ങളുടെ പാർട്ടിയെ നയിക്കുമ്പോ ഞങ്ങൾ പിണറായി വിജയന്റെ പുറകിന് പോകണോ? അതോ സീതാറാം യെച്ചൂരിയുടെ വാദത്തിൽ വന്ന് നിൽക്കണോ ഞങ്ങൾ അവസരങ്ങൾ നോക്കി അല്ലെങ്കിൽ തന്ത്രങ്ങൾക്ക് വേണ്ടി? ശ്രീ കെ എസ് അരുൺകുമാർ, ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയോട് സൂചിപ്പിക്കാനുള്ളത്, സീറ്റുകളുടെ എണ്ണം നോക്കിയിട്ടല്ല ഞങ്ങൾ പോരാട്ടം നടത്തുന്നത്. അത് 0 സീറ്റാണെങ്കിലും ഞങ്ങളിൽ ഒരാൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം സംഘടിപ്പിച്ച് അതിശക്തമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ആണോ? ഭയങ്കര. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും ആണുങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാലും എത്രയധികം നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കിയാലും അങ്ങനെ കീഴടങ്ങുന്നവരല്ല ഞങ്ങൾ. ആ ഭയപ്പെടലിനെ ചങ്കുറ്റത്തോടെ നേരിട്ട് നിങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയുടെ തെരുവീതികളിൽ സാധാരണക്കാരുടെ കുടിലുകൾ തകർത്തപ്പോ ആ ബുൾഡോസറിന്റെ മുന്നിലേക്ക് കയറി നിന്ന ആ സ്ത്രീയുടെ പേര് അറിയോ? ആ സ്ത്രീയുടെ പേര് വൃന്ദാ കാരാട്ട് എന്നാണ്. സഖാവ് വൃന്ദാ കാരാട്ട്. ബിൽക്കീസ് ബാനുവിന്റെ കേസിൽ നിങ്ങൾ കൊലക്കേസിലെ പ്രതികളെ, ബലാത്സംഗ കേസിലെ പ്രതികളെ നിരുപാധികം വിട്ടയച്ചപ്പോ അതിന് എതിരെ നിയമ പോരാട്ടം നടത്തിയ സ്ത്രീയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ? ആ സ്ത്രീയുടെ പേര് സുഭാഷിണി അലി എന്നതാണ്. കാശ്മീരിനെ കീറി മുറിച്ചപ്പോൾ ആ കാശ്മീരിലെ നേതാക്കന്മാരെ നിങ്ങൾ വീട്ടുതടങ്കലിലിട്ട് കള്ളക്കേസ് കുടുക്കിയപ്പോ അതിനെതിരെ ഹേബിയസ് കോർപ്പസ് പെറ്റീഷനുമായി സുപ്രീം കോടതിയെ സമീപിച്ച ആളുടെ പേര് സീതാറാം യെച്ചൂരി എന്നതാണ്. പടിപടിയായി രാജ്യത്തെ മതരാഷ്ട്രമാക്കി കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് BJPക്ക് തന്നെ ഭൂരിപക്ഷം വേണമായിരുന്നു, മൃഗീയ ഭൂരിപക്ഷം. അതാണ് 400-ലധികം സീറ്റ് എന്നും നിങ്ങൾ പറഞ്ഞത്. അത് കിട്ടാത്തതിന്റെ വിഷമം ഞങ്ങളോട് വന്ന് തീർക്കണ്ട. അങ്ങനെ തീർക്കാൻ നോക്കിയാൽ, അങ്ങനെ തീർക്കാൻ വേണ്ടി നിന്ന് തരുന്നവരല്ല ഞങ്ങൾ, അങ്ങനെ പാരമ്പര്യമുള്ളവരല്ല. ശ്രീ സന്ദീപ് വാചസ്പതി, ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി മത്സരിക്കും. ഞങ്ങൾ പരമാവധി സീറ്റുകളിൽ വിജയിക്കണമെന്നാണ് രാഷ്ട്രീയത്തിൽ എങ്ങനെ ഏതൊരു പാർട്ടിയുടെയും ആഗ്രഹവും. അതിനു വേണ്ടിയിട്ടാണ് പാർട്ടികൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതൊക്കെ അവർ മോക്ഷത്തിന് വേണ്ടി നടത്തുന്ന കാര്യമാണ്. കാര്യം 100 വർഷമായി, 100 വർഷം കൊണ്ട് സുപ്രീം കോടതി പോരാടി, തെരുവിൽ പോരാടി, സമരം ചെയ്തു, അവസാനം ഒരു സീറ്റേലായിട്ട് ഒതുങ്ങി. ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം വന്നത് മോക്ഷത്തിന് വേണ്ടിയാണെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. അദ്ദേഹം ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോരാടി. എന്താണ് സുഹൃത്തെ നിങ്ങൾ പോരാടിയത്? സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുള്ള പോരാട്ടം പോരായിരുന്നോ ശ്രീ അരുൺകുമാറെ? എണീറ്റ് വരണ്ടേയിരുന്നു. എത്ര കാലായി ഇന്നേ വരെ നിങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി EMS അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ? 100 വർഷം കൊണ്ട് പോരാടുവാണല്ലോ നിങ്ങൾ. എന്ത് പോരാട്ടമാണ് നിങ്ങൾ? പിന്നല്ലേ അതുകൊണ്ട് അരുണെ, ഞങ്ങളുടെ 60 സീറ്റ് നഷ്ടപ്പെട്ടതാണ് അരുണിന് ആശങ്കയെങ്കിൽ ദയവ് ചെയ്ത് അങ്ങ് BJPയിൽ ചേരുമായിരിക്കും നല്ലത്. ഞങ്ങളെപ്പറ്റി ഇത്ര ആശങ്കയുണ്ടെങ്കിൽ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ പരിഹരിച്ചോളാം. ഞങ്ങളുടെ 60 എവിടെ പോയി എന്നുള്ളത്. പക്ഷെ അത് സ്വന്തം പാർട്ടിയുടെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? ഒരു കണ്ണാടി ഒന്ന് വെച്ചു കൊടുക്കണ്ടേ? 100 വർഷമായില്ലേ? ഞങ്ങളെ കുറ്റം പറയില്ലേ നിങ്ങളിരുന്ന്? 100 വർഷം കൊണ്ട് സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറിക്ക് സ്വന്തം അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അവസരമില്ലാത്തവന്മാരാണോ ഞങ്ങളുടെ 60 എവിടെ പോയി എന്ന് തിരക്കുന്നത്? 100 വർഷം കൊണ്ട് ഒരു അജണ്ട പോലും നടപ്പാക്കാൻ പറ്റാത്ത താങ്കളാണോ ഏതാനും അജണ്ടകളെങ്കിലും നടപ്പാക്കിയ ഞങ്ങളെ നന്നാക്കാൻ വരുന്നത്? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ഈ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ 400 കിട്ടുമെന്ന് പറഞ്ഞിട്ട് 292 ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. 20-ൽ 20 പിടിക്കുമെന്ന് പറഞ്ഞവർക്ക് 19 തന്നെ ഇവിടെ പോയി. പെർസെന്റേജ് ഒന്ന് നോക്കിക്കേ. എത്ര പെർസെന്റേജ് അവകാശവാദത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒന്ന് നോക്കിക്കേ. എന്താ ഉറക്കം വരുന്നു. ഞങ്ങൾ 400 പിടിക്കുമെന്ന് പറഞ്ഞ് 300-നടുത്ത് എത്തി. ഞങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് എത്ര? 20-ൽ 20 പിടിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ 1-ൽ ഒതുങ്ങി. സ്ട്രൈക്ക് റേറ്റ് എത്ര? അപ്പൊ അതുകൊണ്ട് അവനവന്റെ കണ്ണിലെ കോലെടുക്ക്, എന്നിട്ട് ഞങ്ങളുടെ കണ്ണിലെ കരട് എടുക്കാൻ പോകും. ഇത്രയും മതിയോ? അതാ ഇനിയും വേണോ? മതി. ശരി സർ. കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.